ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ജാസ്മിന് നല്ല രീതിയിൽ തന്നെ ഡീഗ്രേഡിങ് ഏറ്റുവാങ്ങുന്നുണ്ട്. ഇപ്പൊ ഇന്നലത്തെ ലൈവിലും എപ്പിസോഡിലും ചെറിയൊരു മാനിപ്പുലേഷൻ നടന്നതായിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിലൊരു സീൻ അവിടെ ഉണ്ടായി. നമ്മുടെ ഗബ്രി ജാസ്മിനെ കിസ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ നമ്മുടെ അടുത്ത് ശ്രീതു ഉണ്ടായിരുന്നു, അപ്സരി ഉണ്ടായിരുന്നു, പിന്നെ ജാസ്മിന്റെ തൊട്ട് ബാക്കിൽ ജാസ്മിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ റസ്മിൻ ബായ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും കാണാത്ത രീതിയിൽ അർജുനും ജിൻഡോ ഒക്കെ അവിടെ ഫുഡൊക്കെ എടുത്ത് അങ്ങാടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ലൈവിൽ കാണുന്ന സമയത്ത് ഗബ്രി കുറെ നേരം ഇങ്ങനെ ജാസ്മിനെ തൊട്ടും തലോടി നിന്ന് കിസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. അടുത്ത് ചെന്ന് നിന്നിട്ട് പക്ഷെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയുന്നത് പോലെയും തോന്നുന്നുണ്ട്. പക്ഷെ ഇത് എപ്പിസോഡിൽ കാണിച്ച സമയത്ത് ഗബ്രി ജാസ്മിനെ ഉമ്മ വെച്ചത് പോലെ തന്നെയാണ് ബിഗ് ബോസ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ബിഗ് ബോസ് അങ്ങനെ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളതല്ല, ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള വഴി ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. ഇതിപ്പോ ജാസ്മിനെ ഉമ്മ വെച്ചാലും അല്ലെങ്കിൽ സ്വകാര്യം പറഞ്ഞാലും നമുക്കൊന്നുമില്ല, നമ്മൾ ഈ സദാചാര കമ്മിറ്റി പറഞ്ഞിട്ട് പോകുന്ന ആളുകളൊന്നും അല്ല. പക്ഷെ ഇവർ നിൽക്കുന്ന സ്ഥലം ബിഗ് ബോസ് ആയിപ്പോയി. അതുപോലെ തന്നെ ഇവരെ പറ്റി അറിയാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡീഗ്രേഡിങ് നടന്ന് നമ്മളോട് അതിനെപ്പറ്റി ആളുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ ബിഗ് ബോസിന്റെ ലൈവ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആയിപ്പോയി. പിന്നീട് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗബ്രി ജാസ്മിൻ ബന്ധം ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത്, ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുന്നേ താൻ കമ്മിറ്റഡ് ആണ്, തൻ്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടും ആ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ജാസ്മിൻ ഇതിനെപ്പറ്റി അവിടെ സംസാരിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഗബ്രി ജാസ്മിൻ ബന്ധം ഇങ്ങനെ പൊങ്ങി വന്ന സമയത്ത് ജാസ്മിൻ പറയുണ്ടായി ഉറപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു പെണ്ണ് ചോദിച്ച് ഒരു ആലോചന വന്നു, അപ്പോൾ ബിഗ് ബോസ് ഒക്കെ തീർന്ന് വന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാന്ന് പറഞ്ഞു. അത്തരത്തിലായി പിന്നെ ബാക്കിയുള്ള വർത്താനം. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ജാസ്മിൻ ഗബ്രി ബന്ധം ഈ ഒരു പ്രണയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം എല്ലാവരും ഇങ്ങനെ ഉറപ്പിച്ചു വന്നത്. കാരണം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുന്നേ വേറെയാണ് പറഞ്ഞത്, ഏകദേശം കമ്മിറ്റഡ് ആണ്, എൻഗേജ്മെന്റ് ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഒരു സെക്കൻഡ് വീക്കൊക്കെ ആയ സമയത്ത് പിന്നീട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ഒരാൾ പെണ്ണ് ചോദിച്ചു വന്നു, അതിനെപ്പറ്റി ആലോചിക്കണം ബിഗ് ബോസിന് ശേഷം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു പ്രണയം നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും ഗബ്രി ജാസ്മിനെ ഉമ്മ വെച്ചതായിട്ട് തന്നെ തോന്നുള്ളൂ 100%. പക്ഷെ ലൈവ് കണ്ടവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സ്വകാര്യം പറഞ്ഞതായിട്ടും തോന്നാം. എന്തായാലും ബിഗ് ബോസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ലൈവിലും ഇത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത്. എന്നാലും ലൈവ് കുറച്ചുകൂടി ഇപ്പൊ നമ്മൾ 24/7 കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു സ്വകാര്യം പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും അത് ഉമ്മ വെച്ചതുപോലെ തന്നെയാണ് തോന്നുന്നത്. ദെൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.